ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാൽ. മലയോര മേഖലയിൽ CPM-നും സഹകരണ സ്ഥാപനത്തിനുമെതിരെ ജനൻ TVയും കോൺഗ്രസ് നേതൃത്വവും വ്യാജ വാർത്ത സൃഷ്ടിച്ച് വ്യാപകമായി കള്ളപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ഏരിയ സെക്രട്ടറി P. ശശിധരൻ, KP ഗോപാലൻ, KM ഷാജി, KD അഗസ്റ്റിൻ, KK ജോയി, KF അലക്സാണ്ടർ, KT പത്മനാഭൻ, CR കലാധരൻ എന്നിവർ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും പാർട്ടി നേതാവായ KD അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ നമ്മുടെ പാർട്ടി നേതാവായിട്ടുള്ള KD അഗസ്റ്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ജനൻ TV വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മേലെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും KD അഗസ്റ്റിൻ തന്നെ ഇപ്പോൾ അവർക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് ഒരു മധ്യസ്ഥം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആക്ഷേപമായി ഉന്നയിച്ചിരുന്നത്. തികച്ചും വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്. 40-45 വർഷക്കാലത്തിലേറെയായി വ്യത്യസ്ത മേഖലകളിൽ വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരികയാണ് KD അഗസ്റ്റിൻ. ഇന്നേ വരെ KD അഗസ്റ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉയർന്നു വന്നിട്ടില്ല. ഇങ്ങനെ അനാവശ്യമായി ആര് പറഞ്ഞു എന്നതും അല്ലെങ്കിൽ എവിടെ നിന്നാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ലാതെ ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ പ്രദേശങ്ങളിലാകെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ആ കൂട്ടത്തിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ചെറുപുഴ ടൗൺ വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2014-15 വർഷം ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ആ പരാമർശം എന്ന് പറയുന്നത് അവിടെ 2-3 ലക്ഷത്തിൽ പരം രൂപയുടെ കണക്കിലെ വ്യത്യാസം ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ക്രമപ്പെടുത്തണം എന്ന് അന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ക്രമപ്പെടുത്തിയിരുന്നില്ല. ഇവർ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അത് കുറച്ചു കാലം നീണ്ടുപോയി. ഇപ്പോൾ ഒരു ഓഡിറ്റർ അത് വീണ്ടും പരിശോധിച്ച് എഴുതി വെക്കുന്ന നേരിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എഴുതി വെച്ചപ്പോൾ അന്ന് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള റിപ്പോർട്ടുകളും ഒരുപക്ഷെ ഏതെങ്കിലും സെക്രട്ടറി അടക്കണം മറ്റെല്ലാം പറയുന്ന സാധാരണ ആയ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല. എന്നാൽ ഇതിനേക്കാൾ വലിയ അഴിമതികൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് ഇതേ പഞ്ചായത്തിനകത്ത് തന്നെ ചില സ്ഥലത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നെടുക്കുക ഇതുപോലെ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. 100 കണക്കിന് വരുന്ന സഹകരണ സംഘങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചെറിയ ചെറിയ തോതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഓഡിറ്റ് കണ്ടുപിടിച്ച് പരിശോധിച്ച് പരിഹരിച്ചു പോവുക. ഇതാണ് സാധാരണ ചെയ്യുന്ന പതിവ്. അതുപോലെ ഇവിടെയും അതിൻ്റെ റെക്ടിഫിക്കേഷനെല്ലാം പൂർണ്ണമായി നടത്തിക്കഴിഞ്ഞതാണ്. അതാണ് പൊക്കിപ്പിടിച്ച് വലിയ തോതിൽ എന്തിനാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ പഞ്ചായത്തിൽ നല്ല ഫലപ്രദമായ ഇടപെടലാണ് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. വികസന രംഗത്ത് പ്രത്യേകിച്ച് സമീപ പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് 10-400-ലേറെ വരുന്ന വീടുകൾ ഒറ്റയടി പണി കഴിപ്പിച്ചപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ കിലോമീറ്ററുകളോളം വരുന്ന വൈദ്യുതി ലൈൻ വലിച്ച് മാതൃക കാണിച്ചാണ് ഈ ഗ്രാമപഞ്ചായത്ത്.
വ്യത്യസ്ത മേഖലകളിൽ നല്ല മാതൃകാപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെയും ഇകഴ്ത്തി കാണിക്കാൻ ഈ അഴിമതി ആരോപണവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞേക്കാം, ഈ പറയുന്നതൊന്നും തന്നെ വസ്തുതക്ക് നിരക്കുന്നതേ അല്ല. ഇത് പൊക്കിപ്പിടിച്ച് വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കാം എന്ന് കരുതി മുന്നോട്ട് വരുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നത് തന്നെ UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വലിയ ഉൾക്കിടലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെ മുറിച്ച് കിടക്കാം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പാർട്ടി ഓഫീസ് CPM-കാർ മാത്രം വരുന്ന ഓഫീസല്ല. ഇവിടെ BJP-യുടെ, കോൺഗ്രസിൻ്റെ, UDF-ൻ്റെ, വ്യാപാരികളുടെ അങ്ങനെ വ്യത്യസ്ത ആളുകൾ ഞങ്ങളെ അടുത്ത് മധ്യസ്ഥന് വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കൃത്യമായ നിലപാട് സ്വീകരിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ നിർവഹിച്ച് പോകും എന്നുകൊണ്ടാണ്. അങ്ങനെ നിരവധിയായ കോൺഗ്രസ്സുകാരുടെ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ പരാതിക്കാരും അതിലെ പ്രതിയും അവരെല്ലാം ഈ പാർട്ടിയുടെ ഇതിന് മധ്യസ്ഥം പറയുന്നവരുടെ നിലപാടിനെ കണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന ഒരു പ്രദേശമായത്. എന്തേ ഒരു പ്രശ്നവും അവരുടെ പോകാത്തത്? കാരണം അവർ എവിടെയാണോ തൂക്കം കൂടുതൽ അവിടത്തേക്ക് ആടും എന്നതാണ്. ഇപ്പോൾ അവർ പത്രസമ്മേളനത്തിലെല്ലാം പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുതയുള്ള കാര്യം പറയും. കോറിക്കാരോട് മറ്റേ ബാറിനോട് എല്ലാം പണം വാങ്ങി, അതും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നിട്ട് മലയോരത്തെ CPM-ൻ്റെ നേതൃരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ആർഭാട ജീവിതം സ്വീകരിക്കുന്നു. ഒരു പത്രത്തിൻ്റെ തലക്കെട്ടാണ്. എത്രമാത്രം അവകാശമാണ്! ആരാ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആൾ ഏത് കേസിലാണ് വിട്ടിട്ടുള്ളത്? ഇപ്പോഴത്തെ DCC നിർവഹണ സമിതി അംഗത്തെക്കുറിച്ച് നാട്ടിലാകെ ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. കത്തിന് ആളെ പേര് വെച്ചിട്ടില്ല, ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കത്തിലെന്താ പറയുന്നത്? സ്വന്തം ജീവനക്കാരിയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നാ, എന്നിട്ട് പണം കൊടുത്ത് തീർത്തത്. ഞങ്ങൾ ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, കാരണം ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ടാണ്. അത്തരം ആളുകളാണ് വന്നിട്ട് പത്രസമ്മേളനം നടത്തി ഏറ്റവും നല്ല മാതൃകാപരമായി ജീവിതം നയിക്കുന്ന. അത് ഞങ്ങൾ ഇവിടുത്തെ മാത്രമല്ല, പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും പൊതുജീവിതം മാതൃകാപരമാക്കുന്നത്. അതുകൊണ്ട് ബാറിനോട് പണം മേടിച്ചു, കോറിക്കാർ ഇതെല്ലാം വാങ്ങുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കാൻ കഴിയും. ഞങ്ങൾ ഇവരുടെ അടുത്തു നിന്നൊന്നും പണം വാങ്ങാറില്ല. ഞങ്ങളൊരു സംഭാവന പോലും ഇവരിൽ നിന്ന് വാങ്ങാറില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച് കോറിക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞത്. മറ്റെല്ലാവരും ആ സമരം നടക്കുന്നതിനിടയിലും അവരുടെ പോയി ഫണ്ട് വാങ്ങിയവരാണ്. ഞങ്ങളങ്ങനെ വാങ്ങിയാൽ ഞങ്ങളായിപ്പോൾ കേസ് നടത്തുന്നത് പല കോറിയിലും വലിയ പോരാട്ടം നടത്തി ചില പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇടപെട്ടത് ന്യായമായി തീർക്കും. ചില ന്യായക്കേടുകൾ ഉണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെയാണ് സാങ്കല്പികമായിട്ട് ഒരു അമ്മയെയും മകനെയും സൃഷ്ടിക്കുന്നത്. ഇവർ പറയട്ടെ, ഇന്ന അമ്മ ഇന്ന മകൻ ഇന്നതാണ് പ്രശ്നം. സാങ്കല്പികമായി ഒരു കഥ മെനഞ്ഞ് ആ കഥയാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയ അയാളാണ് കോഴിക്കോട് ലേഖകൻ ജനം TV-യുടെ. അദ്ദേഹം പറയുന്നത് ഒരു വിഷവുമില്ലാതെ ഈ നവമാധ്യമത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ അദ്ദേഹം ഇത് പ്രചരിപ്പിക്കുന്നത് എത്ര അല്പത്തരമാണെന്ന് അവരാലോചിച്ചാൽ മതി. അതുകൊണ്ട് ഈ വിഷയത്തിൽ KD അഗസ്റ്റിൻ ഈ കാര്യങ്ങൾ നിർവഹിച്ചു. ആ വിഷയം അങ്ങനെ അതിട്ട് പറഞ്ഞതെന്താ? CPM പെരിങ്ങോ ഏരിയ കമ്മിറ്റി കമ്മീഷനെ നിയമിച്ചു. ഞങ്ങളുടെ പാർട്ടിയിൽ കമ്മീഷനിൽ നിശ്ചയിക്കണമെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിക്കോ ലോക്കൽ കമ്മിറ്റിക്കോ ഒന്നും ആവില്ല. അതുപോലും അറിയാതെയാണ് CPM 3 അംഗ കമ്മീഷനെ നിയമിച്ചു. എന്നിട്ട് അന്വേഷണം നടത്തുന്നു, ചോദ്യം ചെയ്തു വരുന്നു എന്നെല്ലാം പറയുന്നത് അങ്ങേയറ്റ അവാസ്തവമായ കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. കോൺഗ്രസിന്റെ 3 കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു. KD അഗസ്റ്റിൻ 50 കൊല്ലമായിട്ട് ഈ ചെറുപുഴ പഞ്ചായത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. 50,000 രൂപ മധ്യസ്ഥം പറഞ്ഞിട്ട് കൈക്കൂലി വാങ്ങി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കേണ്ടവരാണോ ഈ ചെറുപുഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ?
ആരുടെയെല്ലാം കാര്യത്തിൽ KDS മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്? ഏതെല്ലാം സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ KDS മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്? അതിനെല്ലാം KDS 50,000 വെച്ച് പൈസ മേടിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിഹത്യ ഇടപാടാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാർ ഏറ്റെടുക്കാൻ പാടില്ല. ഗോകുലെന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. നാട്ടിൽ അശാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുളപ്പുറപ്പള്ളിയുടെ ശ്മശാന വിഷയം ഉയർത്തി ഇവിടെ ഇല്ലാത്ത കലാപം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളാണ് അല്ലേ? ഇപ്പോൾ മുളപ്പുറപ്പള്ളിയിൽ ശവം മറവ് ചെയ്യുന്നില്ലേ? ഇല്ലേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? മുളപ്പുറത്തെ പള്ളിയിലെ അമ്പലംകാരും തമ്മിൽ സഹകരിക്കുന്നില്ലേ? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. അപ്പോൾ RSSന്റെ പ്രവർത്തകനായി ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു ഗോകുൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം പറയുന്നത് ഏറ്റുപിടിക്കേണ്ടവരാണോ ചെറുപുഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ? അതിൻ്റെ അപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. നമ്മൾ എത്രയോ നൂറുകണക്കിന് വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഒരമ്മയും ഒരു യുവാവായി മകനും എന്ന് പറഞ്ഞാൽ ഏതമ്മയാ, ഏത് യുവാവാ? അത് പറഞ്ഞാലല്ലേ നമുക്കത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഉറപ്പിച്ചു അറിയാം, ജനിച്ചതിന് ശേഷം 1 രൂപ ഏതെങ്കിലും ഒരാളോട് പ്രശ്നം ഇന്നത് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഈ പണി തേച്ചാൽ മതിയാവും. മനസ്സിലായില്ല? അതാണ് നമ്മുടെ ഗ്യാരണ്ടി. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ പത്രക്കാരാണല്ലോ, അന്വേഷിക്കാൻ നല്ല മികവ് പ്രകടിപ്പിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഈ നാട് മുഴുവൻ അന്വേഷിക്കുക. എന്നിട്ട് 1 രൂപ KD അഗസ്റ്റ്യൻ വാങ്ങിയിട്ടുണ്ട് ഇന്നയാളോടെ ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ പൊയ്പടി വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൻ്റെ തുടർച്ച വരാൻ പോവുക. കേരളത്തിൽ മാത്രമല്ല, പഞ്ചായത്തിലും ഭരണ തുടർച്ച വരാൻ വേണ്ടി പോവുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ UDFന് മേൽക്കൈയുള്ള പഞ്ചായത്തായിരുന്നു. ഇനി അത് LDFന് മേൽക്കൈയുള്ള പഞ്ചായത്താണ് ചെറുപുഴ പഞ്ചായത്ത്. അത് ഉറപ്പിക്കാൻ വേണ്ടി പോവുക ഈ തെരഞ്ഞെടുപ്പിൽ. അത് കണ്ടിട്ടുള്ള വെപ്രാളത്തിൻ്റെ കളിയാണ് കോൺഗ്രസും UDFും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്നത്. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.